കോഴിക്കോട് ഏറാമല നെല്ലാച്ചേരിയിൽ യുവാക്കളെ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തട്ടോളിക്കര മീത്തൽ അക്ഷയ്, കാളിയത്ത് രൺദീപ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമിതമായി ലഹരി കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. അവനും ലഹരിയിലാണ്, നോർമലല്ല. ചോദിച്ചിട്ടൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നുമില്ല കിട്ടുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങളിപ്പം കാലത്ത് വന്നതാണ്, ഇവിടെ കാലത്ത് വന്നതാണ്. കാലത്ത് സമയം പറഞ്ഞു 11 മണി, ഞങ്ങൾ ചോദിക്കുന്ന 7 മണി. കോഴിക്കോട് ഏറാമല പഞ്ചായത്തിലെ കുന്നുമ്മക്കരയിലുള്ള ഈ ആളൊഴിഞ്ഞ പ്രദേശത്താണ് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ സമീപത്ത് നിന്ന് ബ്രൗൺ ഷുഗറും സിറിഞ്ചുകളും പോലീസ് കണ്ടെടുത്തു. യുവാക്കളെ കാണാതായതിനെ തുടർന്നാണ് ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നത്. ഒടുവിൽ നെല്ലാച്ചേരി പള്ളിയുടെ പുറകിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ തട്ടോളിക്കര മീത്തലക്ഷയ്, കാളിയത്ത് രൺദീപ് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അവശനിലയിൽ കണ്ടെത്തിയ ചെറുതുരുത്തി സ്വദേശി ശ്രീരാജിനെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ മിസ്സിംഗ് ആയവരെ തൊട്ടടുത്ത വീട്ടിലെ ഈ മരിച്ച ഒരു അക്ഷയൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മേനോട് അവരെ ആൾക്കാർ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ 2 പേര് കിടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കിക്കോളാം. അങ്ങനെ അക്ഷയ് എന്ന് പറഞ്ഞ മരിച്ച അക്ഷയൻ്റെ അമ്മ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ആ അമ്മ സ്വാഭാവികമായിട്ടും കണ്ട് വിളിച്ച് എന്തോ ലഹരി മേലിന് മയക്കത്തിലാന്ന് വിചാരിച്ച് തിരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ അയൽവാസികളെല്ലാം അറിയിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു നോക്കുന്നേരം ഇവർ 2 പേരും ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. ഒരാളിങ്ങനെ കാവലായിട്ട് നിൽക്കുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എടച്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് ബ്രൗൺ ഷുഗറും സിറിഞ്ചുകളും കണ്ടെടുത്തു. അമിതാളവിൽ ലഹരി ഉപയോഗിച്ചതാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. പ്രദേശത്ത് നേരത്തെയും ലഹരി മാഫിയ തമ്പടിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് ഇപ്പം അടുത്ത ഒരു രക്ഷിതാവ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ വിവരം അറിയുന്നത് എൻ്റെ മോനിൽ കൂടിയാണ്. ചെറിയ മോനാണ്, മൊബൈലിലാണ് ആദ്യം വിവരം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കടപ്പുറം കുട്ടികളിലേക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പും ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് പോലീസിലും എക്സൈസിലൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ടും ഒരു സമഗ്രമായൊരു അന്വേഷണം നടത്തിയില്ലെന്ന് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏകദേശം 2 വർഷത്തിൽ 6ഓളം ആൾക്കാർ സമാനമായ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം DYFIയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രക്ഷോഭ പരിപാടികളും കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരി മാഫിയായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ ക്യാമ്പ് സങ്കേതങ്ങളിലും അടിച്ചു പൊളിക്കുന്ന രീതിയിൽ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് ലഹരി മാഫിയകൾ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പോലീസും എക്സൈസും കർശന നടപടിയെടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ഇനിയും ആവർത്തിക്കും. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.